നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കനത്ത കാറ്റിലും ശക്തമായ മഴയിലും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്താൻ കഴിയാതെ ഇൻഡിഗോ വിമാനം തിരികെ പറന്നു. ഇന്നലെ വൈകുന്നേരം 4:15 ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ ഇൻഡിഗോ വിമാനമാണ് ലാൻഡിംഗ് നടത്താതെ മടങ്ങിയത്. ശക്തമായ കാറ്റിനെ തുടർന്ന് പലതവണ ലാൻഡിങ്ങിനുള്ള ശ്രമം നടത്തിയെങ്കിലും തുടരെ പരാജയപ്പെട്ടു. തുടർന്ന് എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്ന് വിമാനം മറ്റൊരു സുരക്ഷിത ലാൻഡിംഗ് താവളത്തിലേക്ക് തിരിച്ചുവിടാനുള്ള നിർദ്ദേശം പൈലറ്റിന് നൽകി. ഇതിന്റെ ഭാഗമായി വിമാനം മധുര വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തി. തിരുവനന്തപുരത്തെ കാലാവസ്ഥ ശരിയായെന്ന് ഉറപ്പ് കിട്ടിയതിനെ തുടർന്ന് വിമാനം രാത്രി 7:45 യാത്രക്കാരുമായി മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി സുഗമമായി ലാൻഡിംഗ് നടത്തിയത്. അതേസമയം വിമാനയാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില യാത്രക്കാർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഇറങ്ങാൻ റെഡിയായി നിൽക്കും. ഒരു കാര്യവുമില്ലാതെ തിക്കും തിരക്കും കൂട്ടുന്ന ഇവരെ കാണുമ്പോൾ ഇവരിത് എങ്ങോട്ടാണ് ഇത്ര ധൃതി പിടിച്ച് എന്ന് തോന്നിയിട്ടില്ലേ? എന്നാൽ ലാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു രാജ്യമുണ്ട്, തുർക്കി. ലാൻഡിങ്ങിന് ശേഷം സീറ്റുകളിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കാനാണ് തുർക്കി സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. പിഴത്തുക എത്രയാണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയായില്ലെങ്കിലും തുർക്കിഷ് ചാനലായ ഹാൽക്ക് TV റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അത് ഏകദേശം 2603 തുർക്കിഷ് ലിറ വരെയാകാമെന്നാണ്. ഈ തുക ഏകദേശം 5687 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ്. സുരക്ഷാ നടപടിക്രമങ്ങൾ ലംഘിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് തുർക്കി സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ കൈമാൽ യൂക്സെക് അഭിപ്രായപ്പെടുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്നത് യാത്രക്കാരുടെ ലഗേജുകളുടെയും സുരക്ഷ അപകടത്തിലാക്കുകയും ചെയ്യുന്നു. വിമാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുക, സീറ്റ് ബെൽറ്റ് അഴിക്കുക, ഓവർഹൈഡ് ബിന്നുകൾ തുറക്കുക എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് കെമാൽ യൂക്സെക് പറഞ്ഞു. പുതിയ നിയമങ്ങൾ അനുസരിച്ച് വിമാനം പൂർണ്ണമായും പാർക്ക് ചെയ്യുന്നതുവരെ യാത്രക്കാർ സീറ്റുകളിൽ ഇരിക്കുകയും സീറ്റ് ബെൽറ്റ് ധരിക്കുകയും നിവർന്നിരിക്കുകയും വേണം. ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയാൽ പിഴ ഈടാക്കും. വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്ന യാത്രക്കാരുടെ മുഴുവൻ സമയം വൈകിപ്പിക്കുകയും സഹയാത്രികർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുകയും ചെയ്യുന്ന ക്ഷമയില്ലാത്ത യാത്രക്കാരെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഈ പുതിയ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം.